ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും ആദരണീയനായ ഈ ഇടവയുടെ വികാരി വന്ദനായ വർഗീസ് അച്ഛൻ, സഹവികാരിമാരായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പ്രിയമുള്ള ഷിബു അച്ഛൻ, എൻ്റെ പ്രിയ വിദ്യാർത്ഥി കൂടിയായ ഇടവയുടെ സഹവികാരി വന്ദനായ വർഗീസ് അച്ഛൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആദരണീയനായ ഇടവയുടെ മുൻ വികാരി AV വർഗീസ് അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, നാടും നഗരവും ഒരുങ്ങിയിരിക്കുന്നു. പുതുപ്പള്ളിയിലെ പുണ്യവാളൻ കേരളീയ സമൂഹവും കേരളത്തിന് പുറത്ത് ദേശാന്തരങ്ങളിൽ വിശ്വാസി സമൂഹവും ഏറ്റെടുത്ത ഒരാത്മീയ സൗന്ദര്യവും ആത്മീയ സൗരഭ്യവുമാണ്. ആ സഹദായുടെ മധ്യസ്ഥതയിൽ കണ്ണുനീരോടെ കടന്നു വരുന്ന തീർത്ഥാടക സമൂഹം ഈ പുതുപ്പള്ളിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും സൗഭാഗ്യവുമാണ്. അതുകൊണ്ട് ഇവിടെ മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതൊരു വലിയ വിശുദ്ധിയുടെ ഉത്സവമാണ്, വിശുദ്ധിയുടെ സംഗമ തീരമാണ്, തീർത്ഥാടനത്തിൻ്റെ നവ്യമായ അനുഭവമാണ്. മെയ് 5 പുതുപ്പള്ളിയുടെ വിവിധ കരകളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇവിടെ സമ്മേളിച്ച് പരിശുദ്ധനായ ഗീവർഗീസ് സഹദായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ അന്തരീക്ഷത്തെ പവിത്രീകരിക്കുന്ന സുന്ദരങ്ങളായ അനുഭവമായ അതിസുന്ദരമായ ആത്മീയ അനുഭവത്തിൻ്റെ തലങ്ങളാണ്. വിശുദ്ധനായ ഗീവർഗീസ് സഹദായെപ്പറ്റി ഒരു അനുസ്മരണ പ്രഭാഷണത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മുടെ അമ്മമാർ മടിത്തട്ടിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് ചെറുപ്പകാലം മുതൽ കുതിരപ്പുറത്ത് സങ്കടങ്ങളുടെ മധ്യേ കടന്നു വരുന്ന ഈ പുണ്യവാളനെ പറ്റി അനുഗ്രഹീതപൂർണമായ നിരവധി അനുസ്മരണങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ആ അനുസ്മരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ജന്മം കൊണ്ട് വ്യത്യസ്തനായി ഒരു ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഗീവർഗീസ് സഹദാ കടന്നു വന്നാലും നമ്മെ സംബന്ധിച്ച് നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മുടെ സങ്കടങ്ങളുടെ മധ്യേ ആരൊക്കെയൊക്കെയായി മാറുന്ന ഒരു സജീവ ദിവ്യ സാന്നിധ്യമാണ് സഹദായുടേത്. അപ്പോൾ തീർച്ചയായും ഗീവർഗീസ് സഹദായെ പറ്റി ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുക എന്നത് തീർച്ചയായിട്ടും അത് അപൂർവമായി ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു അവസരവും ഒപ്പം അതൊരു വലിയ വെല്ലുവിളിയുമാണ് എന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത്. എങ്കിലും 2025 വിഖ്യാതമായ പുതുപ്പള്ളി പെരുന്നാളിൻ്റെ അതിശ്രേഷ്ഠമായ ഈ തീർത്ഥാടക സംഗമ നിമിഷങ്ങളിൽ വിശുദ്ധനായ ഗീവർഗീസ് സഹദായെ അനുസ്മരിക്കുവാൻ തക്കവണ്ണം ഞാൻ പരിശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തുന്ന വേദഭാഗം സങ്കീർത്തനം 63 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. സങ്കീർത്തനക്കാരൻ 63 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തെ പരിചയപ്പെടുത്തുവാനും ദൈവത്തെ വർണ്ണിക്കുവാനും പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു. സുന്ദരമായ ഒരു വേദഭാഗം. ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു. ഓ ഗോഡ്, ദ വാട്ട് മൈ ഗോഡ്. ഇതൊരു ഉറപ്പിക്കലാണ്, ഇതൊരു കണ്ടെത്തലാണ്, ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. വിശുദ്ധനായ ഗീവർഗീസ് സഹദായെ രൂപപ്പെടുത്തിയത് ഈ കണ്ടെത്തലാണ്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ തികച്ചും ഭൗതികമെന്ന് വിശദീകരിക്കാമെന്ന, തികച്ചും സെക്കുലർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന തൻ്റെ പട്ടാള ഉദ്യോഗസ്ഥ ജീവിതത്തിൻ്റെ ഇടയിൽ ഗീവർഗീസ് തിരിച്ചറിഞ്ഞ അനുഭവമായ ഒരാത്മീയ സൗന്ദര്യം, ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു. ഓ ഗോഡ്, ദ വാട്ട് മൈ ഗോഡ്. ഈ ഒരു തിരിച്ചറിവാണ്
ലോകത്തെ മുഴുവനും വിസ്മയിപ്പിച്ച ഒരു വിശുദ്ധന്റെ പിറവി, 23-ാമത്തെ വയസ്സിൽ പിറന്ന ഒരു വിശുദ്ധ സാന്നിധ്യം, 23-ാമത്തെ വയസ്സിൽ ഗീവർഗീസ് രക്തസാക്ഷിയാകുകയാണ്. ലോകത്തെ മുഴുവൻ ആകർഷിച്ച ഒരു ജീവിതം, 23-ാമത്തെ വയസ്സിന്റെ വിശുദ്ധിയുടെ വിസ്മയം. വിശുദ്ധനായ അഗസ്തീനോസ് പറയുന്നു, വിശുദ്ധി ഒരു മുൻയോഗ്യതയല്ല, വിശുദ്ധി ഒരു അനന്തര ഫലമാണ്. ആരുടെയും മുൻയോഗ്യതയല്ല വിശുദ്ധി. വിശുദ്ധി ഒരു അനന്തര ഫലമാണ്. ഒരു 23 വയസ്സുകാരനെ നാം എങ്ങനെ വിലയിരുത്തും? അദ്ദേഹത്തിന്റെ നിലപാടുകളെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും നാം എങ്ങനെ വിശുദ്ധീകരിക്കും? ഒരുപക്ഷെ എടുത്തുചാട്ടക്കാരൻ എന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കാം. വീണ്ടും വിചാരമില്ലാതെ പട്ടാള ഉദ്യോഗസ്ഥൻ നഷ്ടപ്പെടുത്തിയ ഒരുത്തനെ ചിലരെങ്കിലും ഒരു എടുത്തുചാട്ടക്കാരൻ എന്ന് വിശേഷിപ്പിച്ചാൽ നമുക്കതിൽ കൗതുകങ്ങളൊന്നുമില്ല. പക്ഷെ 23-ാമത്തെ വയസ്സിൽ രക്തസാക്ഷിത്വത്തിന്റെ വിശുദ്ധിയിലേക്ക്, തന്റെ രക്ഷകന്റെ വെളിയുടെ പൂർണ്ണ ബോധ്യങ്ങളിലേക്ക്, തങ്ങളുടെ രക്ഷകന്റെ സൗധത്തിലേക്കുള്ള ആത്മാർപ്പണമായ അന്വേഷണത്തിലേക്ക് ചുവടുകൾ വെച്ച ഗീവർഗീസ് സഹദ. എങ്ങനെയാണ് ഗീവർഗീസ് ഒരു സഹദയായി രൂപപ്പെട്ടത്? നമുക്ക് ഗീവർഗീസ് സഹദയുടെ ജീവിത പശ്ചാത്തലങ്ങൾ വളരെ വ്യക്തമാണ്. കപ്പദോക്കിയയിലെ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ പിതാവ് നഷ്ടപ്പെട്ട് അമ്മയോടൊപ്പം തൻ്റെ പിതാവിൻ്റെ ജന്മദേശമായ ടർക്കിയിൽ നിന്ന് പാലസ്തീനിലേക്ക് പലായനം ചെയ്യപ്പെട്ട ഒരു കുഞ്ഞ്, താങ്ങും തണലുമാകേണ്ട സ്വന്തം പിതാവ് നഷ്ടപ്പെട്ട് പലായനത്തിന് വിധേയനാകേണ്ടി വന്ന ഒരു ബാല്യം. അതിനുശേഷം പാലസ്തീന്റെ, പ്രത്യേകിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ നിർബന്ധിത പട്ടാള സേവനത്തിന് വിധേയമാക്കപ്പെട്ട ഒരു കൗമാരക്കാരന്റെ, ഒരു യൗവനക്കാരന്റെ ആശങ്കകൾ. ഇങ്ങനെ തുടങ്ങിയ ചില ജീവിതാനുഭവങ്ങളുടെ നടുവിലാണ് ഒരു സഹദ പിറക്കുന്നത്. ഒരുപക്ഷെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്, ഒരു പലായനത്തിന്റെ, നിർബന്ധിത പട്ടാള സേവനത്തിന്റെ ഒക്കെ നടുവിൽ നിന്നാണ് ഒരു സഹദായുടെ പിറവി നാം ചരിത്രത്തിൽ കണ്ടെത്തുന്നത്. അപ്പൊ എന്തായിരുന്നു ഗീവർഗീസിനെ ഒരു സഹദായായി രൂപപ്പെടുത്തിയത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഹിസ് സെർച്ച് ഫോർ ദ മിസ്റ്ററി ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ പരിശ്രമിച്ച അമ്മ വിശ്വാസത്തിന്റെ ശക്തമായ ഒരു പ്രചോദന ഉറവിടമായിരുന്നു. അമ്മയിൽ നിന്ന് കേട്ടറിഞ്ഞ് അമ്മ പരിചയപ്പെടുത്തിയ, ജീവിത നമ്പരങ്ങളിലൊക്കെ നടുവത്തിലും ആ മാതാവ് പരിചയപ്പെടുത്തിയ ജീവിത അനുഭവങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ രഹസ്യാത്മകതയിലേക്ക്, ക്രൈസ്തവ വിശ്വാസത്തിന്റെ രഹസ്യാത്മകതയിലേക്ക്, ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ. അതാണ് ഗീവർഗീസ് സഹദ എന്ന ഒറ്റവാക്കിൽ പറയുവാൻ നമുക്ക് സാധിക്കും. ഓരോരുത്തർ ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് അവരുടെ പരിസരങ്ങളിൽ പരിചിതങ്ങളായ ചില പദങ്ങളുണ്ട്. ഒരു പട്ടാള ഉദ്യോഗസ്ഥനായ ഗീവർഗീസിന് ഏറെ പരിചയമായ ഒരു പദമാണ് എൻകൗണ്ടർ എന്ന പദം. അതൊന്നും പട്ടാള ജീവിതത്തിന്റെ ഭാഗമാണ് ഈ എൻകൗണ്ടർ മിഷൻസ്. പക്ഷെ ഗീവർഗീസിന്റെ ജീവിതത്തിൽ ഒരു വലിയ എൻകൗണ്ടർ ഉണ്ടായി. ആ എൻകൗണ്ടർ ആയുധങ്ങളുടെ എൻകൗണ്ടർ അല്ല. അവരെന്റെ ജീവിതത്തിൽ കണ്ണീർ പൊടിക്കുന്ന എൻകൗണ്ടർ അല്ല. അവരെന്നെ വെടിവെച്ച് വീഴ്ത്തുന്ന എൻകൗണ്ടറുമല്ല. പക്ഷേ ഗീവർഗീസിനെ രൂപപ്പെടുത്തിയ ഒരു എൻകൗണ്ടർ, അത് ഗീവർഗീസിന്റെ ജീവിതത്തിന് നൽകിയ ഒരാഴമുണ്ട്. എനിക്ക് ഒന്നാമതായിട്ട് ഗീവർഗീസ് സഹദായെ അനുസ്മരിക്കുമ്പോൾ പറയാനുള്ളത്, ഈ സഹദായിൽ ഞാൻ കണ്ടെത്തുന്നത്
ഒരാഴമുള്ള ജീവിതമാണ്. എ ഡെപ്ത് ഓഫ് ഹിസ് ലൈഫ്. ആ ജീവിതത്തിന്റെ ആഴം ഗീവർഗീസിന് പകർന്നു തന്നത് ഈസ് എൻകൗണ്ടർ. വിശ്വാസ ബോധ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ ഈ ഒരു എൻകൗണ്ടർ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. Faith is the path on which an encounter take place between us and God. വിശ്വാസത്തെ തന്നെ പിതാക്കന്മാർ നിർവചിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. Faith is the path in which an encounter taken place between us and God. ദൈവവും നാമും തമ്മിലുള്ള ഈ ഒരു വലിയ എൻകൗണ്ടർ ജീവിതത്തിന് പകർന്നു തന്ന ആഴം, അതാണ് ഗീവർഗീസ് സഹദായുടെ ബലം. അതാണ് ഒരു സഹദായെ രൂപപ്പെടുത്തി. ഇത് വേദപുസ്തകത്തിൽ നിരവധി ഘട്ടങ്ങളിൽ നാം കാണുന്നുണ്ട്. ഹാഗാറിനെ പരിചയപ്പെടുമ്പോൾ വഴിയറിയാതെ, ദിശയറിയാതെ, എങ്ങോട്ട് പോകണം എന്നറിയാതെ, കോപത്തിനും ക്രോധത്തിനും നിരാശയ്ക്കുമൊക്കെ അടിമപ്പെട്ട് സഞ്ചരിക്കുന്ന ഹാഗാർ, ആ ഹാഗാറിന് ഒരു ദിശാബോധം കൈവരിക്കുന്നത് ദൈവദൂതനുമായുള്ള എൻകൗണ്ടറിലൂടെയാണ്. ദൈവദൂതനുമായുള്ള ഒരു മുഖാമുഖ സംഭാഷണത്തിലൂടെയാണ് ആ ജീവിതത്തിൽ ഹാഗാർ തന്റെ ജീവിതത്തിന്റെ ആഴം ബോധ്യപ്പെടുന്നത്. ഒരു മടങ്ങിപ്പോക്കിന് ഹാഗാർ തയ്യാറാകുന്നത്. യാക്കോബ് ദൈവദൂതനുമായി നടത്തിയ മൽപ്പിടുത്തവും ഇതേ എൻകൗണ്ടറാണ്. യാക്കോബിനെ ഒരു ഗോത്രപിതാവായി ജ്യേഷ്ഠന്റെ സ്വത്ത് ആഗ്രഹിച്ച് ചുമന്ന പായസം കൊണ്ട് ജ്യേഷ്ഠന്റെ അവകാശം കവർന്നെടുത്ത് സ്വാർത്ഥമോഹിയായി തീർന്ന യാക്കോബിന്റെ ബാല്യ കൗമാര ചാബല്യങ്ങൾക്ക് നടുവിൽ നിന്ന് യാക്കോബിനെ ഒരു ഗോത്രപിതാവായി എടുത്തുയർത്തിയത് എൻകൗണ്ടർ, ഈ ഒരു മൽപ്പിടുത്തമാണ്. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം കണ്ടെത്തുന്നത് എന്താ? മറിയാം ദൈവദൂതനുമായി പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന ചോദ്യബോധ്യങ്ങളുമായി എതിരേൽക്കുകയാണ് എൻകൗണ്ടർ. കൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ആഴം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും സഹദായെ പോലെ 21 വയസ്സേ ഉള്ളൂ. നമ്മൾ പറയും വിവരം വെച്ചിട്ടില്ലെന്ന് പറയും, പക്വത വന്നിട്ടില്ലെന്ന് പറയും, അല്ലേ? 60 വയസ്സ് ജീവിച്ചിട്ടും പക്വതയില്ലാത്തവരുണ്ട് എന്നത് സത്യമാണെങ്കിലും ഒരു 23 വയസ്സുകാരനെ പക്വതയില്ലാത്തതായി ചിത്രീകരിക്കുക കാലത്തിന് എളുപ്പമാണ്, കാലഘട്ടത്തിന് എളുപ്പമാണ്. പക്ഷെ ആ ജീവിതം കൈവരിച്ച പക്വതയുണ്ടല്ലോ, ആഴമുണ്ടല്ലോ, ദ ഡെപ്ത് ഓഫ് ഹിസ് ലൈഫ്, അത് ദൈവവുമായുള്ള ഈ ഒരു 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 എൻകൗണ്ടറിലൂടെ. എൻകൗണ്ടർ എന്ന് പറയുമ്പോൾ ഉവ്വ് എന്ന് ചോദിക്കുന്ന വിനയത്തിന്റെ ഭാഷയല്ല. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അത് മതി. ശബ്ദം അത്ര അങ്ങനെയാണ് ഉയർന്നു പോയാൽ വലിയ കുഴപ്പമാണ്. ഇപ്പൊ ഇവിടെ വലിയ പ്രശ്നമാണ് അത്. അതിൽ വലിയ കുഴപ്പം കണ്ടെത്തുന്നൊരു സമൂഹമാണ്. അപ്പൊ ഉവ്വ് എന്ന് പറയുന്ന അതീവിനയത്തിന്റെ ഭാഷയല്ല. മറിയാമനെ പോലെ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഷയാണ് എൻകൗണ്ടർ. അവിടെയാണ് ഒരു വിശുദ്ധ ദൈവമാതാവ് ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ, ജീവിതത്തിന്റെ ക്ലാരിറ്റി അത് കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ജീവിതങ്ങളാണ് സഹദേന്മാർ. പക്ഷെ ആധ്യാത്മികതയിൽ ഇപ്പൊ എൻകൗണ്ടർ എന്ന പദം മാറിയിട്ട് ഇപ്പൊ എൻജോയ്മെന്റ് എന്ന പദം വന്നേക്കുക. ആധ്യാത്മികത ഇപ്പൊ കാർണിവൽസ് ആണ്. ആത്മീയതയുടെ പരിസരങ്ങളിൽ നാം കണ്ടെത്തുന്ന മുഴുവനും ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻസ് ആണ്, വൈകാരികമായ സംതൃപ്തിയാണ് എല്ലാവർക്കും ചർച്ചാ വിഷയമാക്കാനുള്ളത്. പക്ഷെ ഒരാളുടെ ജീവിതത്തിന്റെ നിയോഗങ്ങൾ, ഒരാളുടെ ജീവിതത്തിന്റെ ആഴം അത് കണ്ടെത്താൻ പ്രിയപ്പെട്ടവരെ കഴിയണം. അവിടെയാണ് ഈ സഹദാമാരുടെ ആധ്യാത്മികത നമ്മെ ബലപ്പെടുത്തേണ്ടത്. വിഖ്യാതനായ ഭാരതീയ തത്വശാസ്ത്രത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയാമെന്ന രവീന്ദ്രനാഥ ടാഗോർ, ഈ രവീന്ദ്രനാഥ ടാഗോർ തന്റെ എഴുത്തിൽ വിവിധ തരം മനുഷ്യന്മാരെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യരെ വിവിധ കാറ്റഗറിയായി രൂപപ്പെടുത്തി. ഒന്നാമതായിട്ട് പറഞ്ഞു വേൾഡ് മാൻ, രണ്ടാമതായിട്ട് പറഞ്ഞു സൂപ്പർമാൻ, മൂന്നാമതായിട്ട് പറഞ്ഞു ഇൻഫിനിറ്റ് മാൻ, നാലാമതായിട്ട് പറഞ്ഞു എറ്റേണൽ മാൻ, അവസാനമായിട്ട് പറഞ്ഞു യൂണിവേഴ്സൽ മാൻ. അങ്ങനെ പലതരം മനുഷ്യന്മാരെ കണ്ടെത്തി.
പക്ഷെ ഞാൻ ഈ കാറ്റഗറിയിൽ രവീന്ദ്രനാഥ ടാഗോർ രൂപപ്പെടുത്തിയ ഈ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത ഒരു അപൂർവ സൗന്ദര്യ വ്യക്തിത്വത്തെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാൻ നിയോഗം. അത് ഗീവറീസ് സഹിത മരണം വരിച്ചും നിയോഗം പൂർത്തീകരിച്ച മാർട്ടിയർ, ഒരു രക്തസാക്ഷി, മരണം വരിച്ചും തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ട എ മാൻ ഈസ് നോട്ട് അൺബീറ്റൺ ബൈ ഹിസ് സിറ്റുവേഷൻസ്. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് തോൽപ്പിക്കപ്പെടാത്ത ഒരു മനുഷ്യൻ. അതത്ര നല്ല മനുഷ്യനാണ്. അൺബീറ്റൺ ബൈ ദ സിറ്റുവേഷൻസ്. ആത്മീയതയുടെ എത്ര സൗന്ദര്യമുള്ള മുഹൂർത്തമാണിത്. നമ്മളൊക്കെ ആത്മീയരാണെന്ന് പറയുമ്പോഴും സാഹചര്യങ്ങൾ നമ്മെ നിശബ്ദരാക്കാറുണ്ട്. സാഹചര്യങ്ങളുടെ ബലിയാടുകളാണ് നമ്മൾ. പക്ഷെ ഗീവറീസ് സഹിത ഈസ് ടോട്ടലി is never unbeaten by the situations. അത് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ വാത്സല്യമായാലും ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ക്രൂരതയെ പറ്റിയുള്ള അടുത്ത അറിവായാലും ഒരു ഡിപ്ലോമാറ്റിക് സർവീസിൽ പട്ടാളത്തിൽ പ്രത്യേകിച്ച് ചക്രവർത്തിയുടെ പ്രീതി വാത്സല്യമുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അധികാരത്തെ പറ്റിയുള്ള ആശങ്കകളായാലും ഒത്തിരി സിറ്റുവേഷൻസ് ഗീവർഗീസിന് മുമ്പിൽ. ബട്ട് ഈസ് നെവർ അൺബീറ്റൺ ബൈ ദ സിറ്റുവേഷൻസ്. ഒരിക്കലും അദ്ദേഹം തന്റെ സാഹചര്യങ്ങളാൽ തകർക്കപ്പെട്ടു പോയില്ല. അദ്ദേഹത്തിന് തന്റെ പറഞ്ഞ താൻ എൻകൗണ്ടറിലൂടെ ദൈവവുമായുള്ള അമ്മയാണ് ആ വിശ്വാസത്തിന്റെ ആഴം അവനിൽ സന്നിവേശിക്കപ്പെട്ടത്. ടർക്കിയിലാണ് ജനനം. അവിടെ അതിന്റെ പശ്ചാത്തലത്തിൽ ദൈവത്തെ ആഴമായി മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ പലസ്തീൻകാരിയായ അമ്മ സഹദായിക്ക് പകർന്നു കൊടുത്ത ആ വിശ്വാസത്തെ നിരന്തരം ദൈവവുമായുള്ള ആ എൻകൗണ്ടറിലൂടെ ശക്തീകരിക്കുമ്പോൾ ഈസ് നെവർ അൺബീറ്റൺ ബൈ ദ സിറ്റുവേഷൻസ് ഈവൻ ത്രോ ഈസ് മാർട്ടിർഡം. രക്തസാക്ഷിത്വം പോലും ഒരു അത് ടാഗോർ നിർവഹിച്ച കാറ്റഗറിക്കൊക്കെ വെളിയിലാ. മനുഷ്യൻ നിർവഹിച്ച എല്ലാ കാറ്റഗറിക്കും വെളിയിലായി നമുക്കത് കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ആശയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക എന്നതൊരു വലിയ നിയോഗമാണ്. എന്താണെന്നറിഞ്ഞുകൂടാ, ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത് ചാഞ്ചാട്ടമുള്ള മനുഷ്യരെയാണ്. എന്തുള്ള മനുഷ്യരെയാണ്? വീവറിംഗ് സ്റ്റെപ്സ്, ചാഞ്ചാട്ടമുള്ള മനുഷ്യരെയാണ്. ഈ ചാഞ്ചാട്ടമുള്ള മനുഷ്യർക്ക് ഒരു ലോകത്തെ ശരിയായ ദിശാബോധം നൽകുവാൻ കഴുത്തും കൃപയും ആർജിച്ചവരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടു തരം കൂട്ടരുണ്ടെന്നാ പറയാ. എറിഞ്ഞു തകർക്കുന്നവരും പറഞ്ഞു തകർക്കുന്നവരും. രണ്ട് കൂട്ടരുണ്ട്. ഇവരുടെ മധ്യത്തിലാണ് ഒരു സഹത രൂപപ്പെടുന്നത്. എറിഞ്ഞു തകർക്കുന്നവരും പറഞ്ഞു തകർക്കുന്നവരും. പറഞ്ഞു തകർക്കുന്നവരും ഇപ്പം കൂടുതലാ. അപ്പൊ അതിനുള്ള സാധ്യത, ഇതൊരു നവമാധ്യമ ലോകമാണല്ലോ. പക്ഷെ എറിഞ്ഞു തകർക്കുന്നവരുടെ നടുവിലും പറഞ്ഞു തകർക്കുന്നവരുടെ നടുവിലും തകരണമോ എന്ന് ചിന്തിക്കേണ്ടത് നാമ. അത് നമ്മുടെ ഉത്തരവാദിത്വം. ഇപ്പോൾ ഡയോക്ലീഷ്യൻ തന്റെ ജീവിതത്തിന് ഭീഷണിയാണെങ്കിൽ പോലും തന്റെ നിലപാടുകൾ അത് ഉയർത്തിപ്പിടിക്കണമോ എന്ന് ചിന്തിക്കേണ്ടത് ആരാണ്? ഗീവർഗീസിന് അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ലേ? ഒരു കോംപ്രമൈസും ഇല്ലാതെ. കാരണം ഗീവർഗീസിന് താൻ ആരാണെന്ന് അറിയാമായിരുന്നു. ന്യൂ ദംസെൽസ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമ്മുടെ പലരുടെയും പ്രശ്നം അതാണ്. ഞാൻ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ നാം ആരാണെന്ന് നിർണയിക്കുന്നത് മറ്റു പലരുമാകുന്നതാണ് നമ്മുടെ പ്രശ്നം. അല്ലെ, മറ്റു പലരും അവകാശപ്പെടുന്നു ഞങ്ങളാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ല, ന്യൂ ദംസെൽസ്, നാം നമ്മെ തന്നെ അറിയുന്നു. നമ്മെ തന്നെ അറിഞ്ഞവൻ അവനെ മരണത്തിന് വെല്ലുവിളിക്കാൻ കഴിയില്ല. അവന് മുമ്പിൽ മരണം ഒരു പ്രഹേളികയല്ല. അവന് മുമ്പിൽ ജീവിതം ഉയർത്തുന്ന ഒരു വൈതരണികളും ഒരു പ്രതിസന്ധിയല്ല. അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവര് തോറ്റുപോകുകയുള്ളൂ. കാരണം വിശുദ്ധനായ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധനായ സ്തെഫാനോസ്, സഹതാമാരിൽ അഗ്രഗണ്യൻ,
പാറക്കല്ലുകൾ കൊണ്ട് ജീവിതം തീർന്നു പോയില്ല. അതിന്റെ ഉള്ളിൽ ഒരു അഗ്നി നക്ഷത്രം പോലെ അത് ഉദിച്ചു വരികയാണ്. എന്താണ് ഒരു സഖതായുടെ കരുത്ത്? എന്താണ് ഒരു വിശുദ്ധന്റെ കരുത്ത്? രണ്ട് കാര്യങ്ങളാണെന്നാണ് പിതാക്കന്മാരുടെ എഴുത്തിലൂടെ എനിക്ക് ബോധ്യമായത്. ഒന്ന്, ഉയരങ്ങളിലേക്കുള്ള ആരോഹണവും ആഴങ്ങളിലേക്കുള്ള സഞ്ചാരവും. ഉയരങ്ങളിലേക്കുള്ള ആരോഹണവും ആഴങ്ങളിലേക്കുള്ള സഞ്ചാരവും. ദൈവശാസ്ത്രത്തിലെ അതുല്യ പ്രഭകൾ എന്നറിയപ്പെടുന്ന നിസായിലെ വിശുദ്ധനായ ഗ്രിഗോറിയോസും നാസിയാൻസിലെ വിശുദ്ധനായ ഗ്രിഗോറിയോസും മോശയുടെ പർവ്വതാരോഹണത്തെ ഒരാത്മീയ പ്രക്രിയയായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതിൽ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് പിതാക്കന്മാർ. ആത്മീയതയുടെ സഞ്ചാരവാദത്തെ പറ്റി 3 കാര്യങ്ങൾ ഈ 2 അനുഗ്രഹീത പിതാക്കന്മാർ എഴുതി. ഒന്ന്, അത് ഒരിക്കലും നിലയ്ക്കാത്ത യാത്രയാണ്. ഒരിക്കലും പർവ്വതത്തിന്റെ ഉയരമോ പർവ്വതങ്ങളിൽ ലഭിക്കാതിരിക്കുന്ന ഓക്സിജന്റെ ലഭ്യതക്കുറവോ അതിന്റെ ഒരിക്കലും നിലയ്ക്കാത്തൊരു യാത്ര. 2, ഒരിക്കലും പിന്തിരിയാത്തൊരു യാത്രയാണ്. ഒരിക്കലും നിലയ്ക്കുന്നില്ലെന്നല്ല, ഒരു ഘട്ടത്തിൽ പോലും ഒന്ന് മടങ്ങിപ്പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ഒരു യാത്രയാണത്. 3, ലക്ഷ്യബോധ ഭാരമില്ല അവിടെ. നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ രോഗം ഡെസ്റ്റിനേഷൻ സിക്നെസ് ആണ് എന്നാണ്. ഡെസ്റ്റിനേഷൻ സിക്നെസ് ആണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്യുന്ന ദീർഘദർശിമാരുടെ തലവനായ മോശ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്റെ നിയോഗങ്ങളിലേക്ക്, തന്റെ ആഴങ്ങളിലേക്ക്, നിയോഗങ്ങളുടെ ആഴങ്ങളിലേക്ക് തന്റെ യാത്ര അനസ്യൂതം കൊണ്ടുപോവുകയാണ്. അപ്പൊ അതുകൊണ്ട് സഖതായുടെ ജീവിതം എന്ന് പറയുമ്പോൾ സഖത തന്റെ എൻകൗണ്ടറിലൂടെ കണ്ടെത്തിയ ദ ഡെപ്ത് ഓഫ് ഹിസ് ലൈഫ്. ജീവിതത്തിന്റെ ഒരു ആഴമുണ്ട്. ആ ആഴമാണ് ഒരു രക്തസാക്ഷിയെ രൂപപ്പെടുത്തിയത്. രക്തസാക്ഷി എന്നൊക്കെ പറയുമ്പോ പറയാനൊക്കെ എളുപ്പമാ. ഒരു രക്തസാക്ഷിയുടെ ജീവിത തലം, ഒരു സഖത രൂപപ്പെട്ടു വന്നത് എന്ന് ഓർക്കുക. അപ്പൊ ഒന്നാമതായി സഖതായെ അനുസ്മരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻകൗണ്ടർ പ്രൊവൈഡ്സ് ഹിം ദ ഡെപ്ത് ഓഫ് ഹിസ് ലൈഫ്. ജീവിതത്തിന്റെ ആഴം, ക്രിസ്തുവുമായുള്ള, പരമകാരുണ്യവനായ തന്റെ രക്ഷകനുമായുള്ള ഈ ആത്മബന്ധത്തിലൂടെ ഈ സഖത ആർജിച്ചിരുന്നു എന്ന്. രണ്ടാമതായി ഗീവറീസുകാരെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ആ ജീവിതം ഒരു അർത്ഥമുള്ള ജീവിതമാണ്. ആഴമുള്ളൊരു ജീവിതത്തോടൊപ്പം തന്നെ രണ്ടാമതായ ജീവിതം ഒരു അർത്ഥമുള്ള ജീവിതമാണ്. ഈ അർത്ഥം എന്നതിന് മലയാളത്തിൽ നിരവധി അർത്ഥങ്ങളുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പം ചില പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ എന്തു പറയുന്നു എന്ന് ചിന്തിച്ച് ആകാംക്ഷപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പൊ അതുകൊണ്ട് അർത്ഥമുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അർത്ഥം എന്നതൊരു ദ്രവ്യം എന്ന അർത്ഥമുണ്ട്. പക്ഷെ അർത്ഥം എന്നത് ജീവിതത്തിന്റെ നിയോഗങ്ങളെ പറ്റിയുള്ള ദ മീനിങ്. എന്താണ് തന്റെ ജീവിതത്തിന്റെ നിയോഗം? ഉണ്ടുറങ്ങുക എന്നതാണോ? അതോ തന്റെ പ്രൊഫഷണൽ കരിയറിന്റെ ഉള്ളിൽ തളച്ചിടുക എന്നതാണോ? അതാണോ എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് ഗീവറീസ് തന്നോട് തന്നെ ചോദിച്ചു. ഒരു കരിയറിസത്തിന്റെ നടുവിൽ തീർന്നു പോകേണ്ടതാണോ എൻ്റെ ജീവിതം? ആണോ? കരിയർ ഗുരുക്കന്മാരെ വളച്ചിട്ട് ഇരുമ്പ് മറകൾക്കുള്ളിൽ തീർന്നു പോകേണ്ടവനാണോ എൻ്റെ ജീവിതം? അപ്പൊ അവിടെയാണ് അച്ഛൻ രണ്ടാമതൊരു പദം ഉപയോഗിക്കുന്നത്. ഒന്ന്, ഞാൻ എൻകൗണ്ടറിനെ പറ്റി പറഞ്ഞു. 2, റിനൗൺസ്മെന്റ് എന്ന പദം ഉപയോഗിക്കുന്നു, നിരാകരണം. സഹതാമാരുടെ ജീവിതത്തെ പറ്റി പറയും ഇറ്റ്സ് എ സ്പിരിച്വാലിറ്റി ഓഫ് റിനൗൺസ്മെന്റ് എന്ന് പിതാക്കന്മാർ പറയും. ഒരു നിരാകരണം.
അതത്ര പോസിറ്റീവായിട്ടല്ല നമ്മൾ കാണുന്നില്ലേ. കിട്ടുന്നതൊക്കെ സ്വീകരിക്കുന്നതാണ് മിടുക്കിന്റെ ലക്ഷണം എന്നാണ് നമ്മുടെ ഒരു പണ്ഡിത മതം. എല്ലാത്തിനോടും യേശു പറയുന്നതാണ് ജീവിതം എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. എന്നാൽ ചിലതിനെയൊക്കെ നിരാകരിക്കാൻ ഉള്ള കരുത്ത് സഹതന്മാരുടെ ജീവിതത്തിന്റെ സൗന്ദര്യം. ഇപ്പൊ ആധ്യാത്മികത പോലും കിട്ടുന്ന കോടികളുടെ കണക്കിലാണ് നാം വിശദീകരിക്കുന്നത്. ആധുനിക അപ്പോസ്തലന്മാർക്ക് ലഭിക്കുന്ന വെളിപാടുകൾ പോലും കോടികളുടെ പശ്ചാത്തലത്തിലാണ് അവർ വിശദീകരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇതാ ഒരു സഖത, ഈ സ്പിരിച്വാലിറ്റി ഓഫ് റിനൗൺസ്മെന്റ്, നിരാകരണത്തിന്റെ ഒരു ആത്മീയതയെ പറ്റി പറയുകയാണ്. അർത്ഥം എന്താണ് ജീവിതത്തിന്? നമുക്കറിയാം, ഈ അർത്ഥമില്ലാത്ത നിർമ്മിതികൾ കൂടിക്കൂടി വരുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. പല നിർമ്മിതികളുമുണ്ട്, പക്ഷെ ആ നിർമ്മിതികൾക്ക് എന്തില്ല? ഉദാഹരണത്തിനായി 2-3 ദിവസമായി AI ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചൊരു പോപ്പുണ്ട്. അത് മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പങ്കുവെച്ചാണ് ലോകം കണ്ടത്. ഇനി അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ചെയ്താന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ AI ടെക്നോളജിയിലൂടെ ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം എന്ന ലോകം, പക്ഷെ ആർക്കും അതൊരു കോമഡിയായിട്ട് പോലും തോന്നുന്നില്ല. ചിലപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ട്രോളുകളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ ചിലതൊക്കെ നമ്മളൊരു കോമഡിയായിട്ടെങ്കിലും ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ലോകത്തിന് അതൊരു കോമഡിയായിട്ട് പോലും കാണുന്നില്ല. കാരണം അതിനകത്ത് അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമൂഹത്തിന്. ഡൊണാൾഡ് ട്രംപിനെ അമേരിക്കൻ പ്രസിഡന്റായി നമ്മൾ അംഗീകരിക്കും. കാരണം അദ്ദേഹം മഹത്തായ അമേരിക്കൻ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഉയർന്നു വന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കും. ഇതുപോലെ പല നിർമ്മിതി കേരളത്തിലുണ്ട് കേട്ടോ. അങ്ങ് നിർമ്മിക്കുക, മീറ്റിംഗ് പ്രസ്താവിച്ചിട്ട് ചിലതൊക്കെ അങ്ങ് നിർമ്മിക്കുക, എന്നിട്ട് യൂട്യൂബുകാർക്ക് വിട്ടുകൊടുത്തേക്കുക, നീ എഴുതി തോപ്പിച്ചു ഉണ്ടാക്കിക്കോ. ഇത്തരം നിർമ്മിതികൾക്കൊന്നും യൂട്യൂബ് വരുമാനം വർദ്ധിപ്പിക്കാമെന്നില്ലാതെ ഈ സമൂഹത്തിന് അർത്ഥം കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ എറിഞ്ഞു തകർക്കാം, പറഞ്ഞു തകർക്കാം, നിന്നു കൊടുക്കാൻ മനസ്സില്ലാത്തടത്തോളം കാലം നമുക്കൊന്നൊരു വിഷയമല്ല. നിന്ന് തരാൻ മനസ്സില്ലാത്തടത്തോളം കാലം അത് നമുക്കൊരു വിഷയമല്ല. ഇങ്ങനെ അർത്ഥമില്ലാത്ത നിർമ്മിതികൾ ലോകത്തിൽ വിവിധ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങൾക്കൊക്കെ അതിൻ്റെ കെട്ടുറപ്പുണ്ട്. ആ സ്ഥാനങ്ങൾക്കൊക്കെ അതിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറമായി കാണുന്ന നിർമ്മിതികൾ, ആ നിർമ്മിതിയെ ലോകമൊരിക്കലും ഒരു കോമഡിയായിട്ട് പോലും അംഗീകരിക്കില്ല എന്നോർക്കുക. അതുകൊണ്ട് അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാ. അർത്ഥമുള്ള ഒരു നിർമ്മിതികൾ. ഗീവറീസ് തന്റെ ജീവിതത്തിന്റെ അർത്ഥം തേടി, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മൈ ലൈഫ്? എന്താണ് എന്റെ ജീവിതത്തിന്റെ അർത്ഥം? വാട്ട് ഈസ് മൈ മിഷൻ? എന്റെ ജീവിതത്തിന്റെ നിയോഗം എന്താ? പക്ഷേ ഗീവർഗീസ് തന്റെ ജീവിതത്തിന്റെ അർത്ഥം തേടിയപ്പോ ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഗീവർഗീസിനെ ഗണിച്ചത് രാജ്യദ്രോഹിയായിട്ടാണ്. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണല്ലോ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇത് ധൈര്യപൂർവമായ ചുവടുവെപ്പുകൾക്ക്, ധൈര്യപൂർവമായ നിലപാടുകൾക്കൊന്നും ഗീവർഗീസിന്റെ മുമ്പിൽ ഒരു തടസ്സമായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റുപാടും ഇമേജിന്റെ തടവറക്കാരാ കൂടുതലും. എന്താണ്? എല്ലാവരും ഇമേജിന്റെ തടവറക്കാരാണ്. അതുകൊണ്ട് ഈ ധൈര്യപൂർവമായ നിലപാടുകളോ ധൈര്യപൂർവമായ ഭാഷയോ അതില്ലാത്ത അവസ്ഥയാണ് ഇപ്പം വിനയം എന്ന് പറഞ്ഞുകൊണ്ട് നിർവചിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടാ, അതിനെയാണ് ഇപ്പം വിനയം എന്ന് പറയുന്നത്. ധൈര്യപൂർവമായ നിലപാടുകളും ധൈര്യപൂർവമായ ഭാഷയും. ഞാൻ 2 കപ്പദോക്യൻ പിതാക്കന്മാരെ ഉന്നയിച്ചു.
വിശുദ്ധനായ നാസിയാൻസിലെ ഗ്രിഗോറിയോസും നിസായിലെ ഗ്രിഗോറിയോസും ഒക്കെ പറഞ്ഞു. ആ പിതാക്കന്മാരെ പറ്റി അവരെ പറ്റി പഠിച്ചവരെഴുതുന്നത്, ആ പിതാക്കന്മാരുടെ വലിയ പ്രത്യേകത ധൈര്യപൂർവമായൊരു ഭാഷ അവർക്കുണ്ടായിരുന്നു. എ ലാംഗ്വേജ് കറേജ്. ധൈര്യപൂർവമായൊരു ഭാഷ അവർക്കുണ്ടായിരുന്നു. ഒരു പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ അർത്ഥമുള്ളവർക്ക്, അർത്ഥം തേടുന്നവർക്ക്, ഈ അർത്ഥമില്ലാതെ നിർമ്മിക്കുന്നവരെ പറ്റി നമുക്ക് എന്നാ പറയാനാ? അർത്ഥമില്ലാത്ത കൂട്ടിക്കെട്ടുകൾക്ക് നേരെ, എവിടെയും ഉറച്ചു നിൽക്കാത്തവരുടെ ജൽപ്പനങ്ങൾക്ക് നേരെ, മാസങ്ങൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും പല നിലപാടുകൾ സ്വന്തമാക്കിയവർക്ക് നേരെ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ ഗീവർഗീസിനെ സംബന്ധിച്ച്, ഈ സഹദായെ സംബന്ധിച്ച് നമ്മൾ കണ്ടെത്തുന്നത് ജീവിതത്തിന്റെ അർത്ഥം ആഴം കണ്ടെത്തിയ ഒരു മനുഷ്യൻ പിന്നെ അർത്ഥമാണ് തേടുക. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട്. എന്താണ് മുമ്പിലുള്ളത്? ആഞ്ഞുകൊണ്ട്. എപ്പറ്റാറ്റിസ് എന്ന ഗ്രീക്ക് ഭാഷ, അതിന് വലിയ 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 തലമുണ്ട്. മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട്. എന്താണ് മുമ്പിലുള്ളത്? സഹദാന്റെ ജീവിതത്തിന്റെ നിയോഗങ്ങളെ ലക്ഷ്യമാക്കി യാത്രയാക്കുകയാണ്. ആ യാത്രയെ അങ്ങ് തടുത്തു നിർത്താം എന്ന് കരുതുന്നവർ ഗീവർഗീസിന്റെ കാലത്തുണ്ടായിരുന്നു. അത് ഡയോക്ലീഷ്യൻ പ്രയോഗിച്ചതാ. ആ ഡയോക്ലീഷ്യന്റെ പിൻഗാമികൾ ഇന്നുമുണ്ട്. എപ്പോഴും ഈ അർത്ഥം തേടുന്ന മനുഷ്യരെ പിന്മാറ്റാൻ ഉപയോഗിക്കുന്ന രണ്ട് തന്ത്രങ്ങളുണ്ട്. ഒന്ന് ഫിയർ, രണ്ട് ഫെയിം. രണ്ട് കഥങ്ങളാണ്. എന്താണ്? ഭയം സൃഷ്ടിക്കുക, ഇല്ലെങ്കിൽ പിന്നെ അപമാനം വിതയ്ക്കുക. ഇത് രണ്ടുമാണ് ലോകത്തിൽ എന്നും ജീവിതത്തിന്റെ അർത്ഥം തേടാൻ ആഗ്രഹിക്കുന്നവരെ തളച്ചിടുക. ഫിയർ ആൻഡ് ഫെയിം. അവരിന്നും ഉണ്ട് കേട്ടോ. പുതിയ തരം കിരീടവും ചെങ്കോലും അവരുടെ കയ്യിലുള്ളത്. അവരെ വാക്കുകളുടെ പോസ്റ്റ് മാർട്ടക്കാർ എന്ന് വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇരുട്ടിന്റെ പപ്പരാസികൾ എന്ന് വിളിക്കേണ്ടി വരും, യൂട്യൂബിലെ കഞ്ഞുകുടിക്കാരെന്നും വിളിക്കേണ്ടി വരും, സ്വന്തം വാക്കുകൾ കൊണ്ട് തന്നെ വിവസ്ത്രരാകുന്നവർ എന്നും വിളിക്കേണ്ടി വരും. കാരണം അവർ ഒരു സമൂഹത്തിന്റെ ചിന്താഗതികളെ, കൺവിക്ഷൻസിനെ ഫിയർ ആൻഡ് ഫെയിം. മുമ്പേ പറഞ്ഞല്ലോ, ഇവിടെ ഇമേജിന്റെ തടവറക്കാരാണ് പലപ്പോഴും. ഇരുന്നിട്ട് പോരാഞ്ഞിട്ട് ഇനിയും കൂടി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്കത് പ്രശ്നമാണ്. ഇരിക്കുന്നത് വൃത്തിയായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല, ഇനി ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഫിയർ ആൻഡ് ഫെയിം ഫോമിലേക്ക് വെല്ലുവിളിക്കാൻ കഴിയും. പക്ഷെ ഒരു സഹദാന്മാരുടെ ജീവിതം ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. ഒരു സഹദന്മാർ പകരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതിലൊക്കെ ഉപരിയാ. അതൊരിക്കലും വാക്കുകളുടെ പോസ്റ്റ് മാർട്ടക്കാരോ ഇരുട്ടിന്റെ പപ്പരാസികളോ യൂട്യൂബിലെ കഞ്ഞുകുടിക്കാരോ ഒന്നും ഇല്ലാതെയാക്കി കഴിയുന്ന ഒരു ജീവിതമാണെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ വിശ്വാസമാണത്. ഉടനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരർത്ഥമുണ്ട്. അർത്ഥമില്ലാത്ത നിർമ്മിതികൾക്ക് പ്രസക്തിയില്ല. അതിന് എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും നടക്കൂല. അതെത്ര വെള്ളപൂശി അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും അത് വിജയം കൈവരിക്കില്ല, വിജയം കണ്ടെത്തുകയില്ല. സഹദന്മാർ അവർ ജീവിതത്തിന്റെ അർത്ഥം തേടുകയും അർത്ഥം കണ്ടെത്തുകയും ഒക്കെ ചെയ്തവരാ. ഈ അറിവ് പൗരസ്ത്യ ഭാരതീയ പാരമ്പര്യത്തിൽ ഗുരുമുഖത്ത് നിന്നാണ് ആർജിക്കുന്നത്. എന്തോ മുഖത്തുനിന്ന ഗുരുവുമായി ഇങ്ങനെ നേരെ നിന്ന. പക്ഷേ നമ്മുടെ സഭയുടെ ഏറ്റവും പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞൻ KM ജോർജും പറഞ്ഞു, ഇപ്പം ഗുരുമുഖമല്ല തിരമുഖമാണുള്ളത്. എന്തോ മുഖം? ഈ തിരകൾ എണ്ണുന്നവരെ കണ്ടിട്ടുണ്ടല്ലേ? തിരകളെ കുനിഞ്ഞു കിടന്ന് എണ്ണുന്നവർ. ഈ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും മുഖമൂന്നി
നേരെ നിൽക്കാൻ കഴിയാത്തവർ, അവനെ ഫിയർ ആൻഡ് ഫെയിം ഭയപ്പെടുത്തിയേക്കാം, ഫിയർ ആൻഡ് ഫെയിം പരിചയപ്പെടുത്തിക്കും തിരമുഖത്തിന്റെ അന്വേഷകരെ. പക്ഷെ ഗുരുമുഖത്തിന്റെ അന്വേഷകരെ ഒരിക്കലും വെല്ലുവിളിക്കാൻ കഴിയില്ല. സഖത ആ ഒരു വലിയ ബോധ്യമാണ്. തൻ്റെ ഗുരു, തൻ്റെ രക്ഷകൻ, കാൽവറി ക്രൂശിൽ നിണമൊഴുകിയ തൻ്റെ രക്ഷകൻ, ആ രക്ഷകന്റെ മുഖമാണ് എല്ലാ സങ്കടങ്ങളുടെ നടുവിൽ നടന്നു നീങ്ങുവാൻ ആരെ പ്രേരിപ്പിച്ചത്? ഗീവർഗീസിനെ പ്രേരിപ്പിച്ചത്. ഈ അർത്ഥം തേടുന്നവരെ കുറിക്കാൻ നമ്മൾ മറ്റൊരു പദം കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അവധൂതന്മാർ എന്നൊരു പദം മലയാളത്തിലുണ്ട്. എന്താ പദമാ? പക്ഷെ നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നൊരു പദമല്ല. എന്ത് ഈ അവധൂതന്മാർ. കാരണം നമ്മുടെ ചിട്ട, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ കാഴ്ചപ്പാട് എന്നൊക്കെ വ്യത്യസ്തമാണ്. നാം ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നവരല്ല അവരെ, നാം കിടക്കാൻ പറയുമ്പോൾ കിടക്കുന്നവരല്ല നമ്മളെപ്പോലെ ഈ പരിഷ്കൃത സമൂഹത്തിൻ്റെ ചാബല്യങ്ങളൊന്നുമുള്ള മനുഷ്യരല്ല അവരെ. നമ്മളെപ്പോലെ ഈ ടൈം ടേബിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരും അല്ല, നമ്മുടെ ലാഭനഷ്ടങ്ങളുടെ പരിധിക്കുള്ളിൽ ജീവിക്കുന്നവരുമല്ല. അങ്ങനെയെങ്കിൽ ഗീവറീസ് എന്ന പട്ടാള ഉദ്യോഗസ്ഥനാണ് ചരിത്രത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത്, അല്ലേ? ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകുന്നത് അത് അതിൻ്റെ പട്ടാളത്തിൻ്റെ റാങ്കിൻ്റെ തിളക്കം മാത്രമല്ല, പിന്നെ ഗ്രാറ്റുവിറ്റിയുടെയും പെൻഷൻ്റെയും തിളക്കം കൂടെ പോവുകയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ അതിനെയൊക്കെ ഭേദിച്ച് പുറത്തു വന്ന ഒരു 23 വയസ്സുകാരൻ, അവനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? ഒരു അവധൂത തുല്യമായ ഒരു ജീവിതം, ആ ജീവിതത്തിന്റെ അർത്ഥം തേടൽ. നമുക്ക് ചിലതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല, ചിലതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയുന്നില്ല. സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ ചിലർക്ക് പുച്ഛോ, സ്വാതന്ത്ര്യം ജന്മാവകാശം എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അല്ലേ? അങ്ങനല്ലേ? പക്ഷെ ഇപ്പൊ അടിമത്തം ജന്മാവകാശമാണെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരെയാണ് നമ്മൾ കാണുന്നത്. എന്നാന്നറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചു സ്വാതന്ത്ര്യം എന്തോ അവകാശമാണ്. പക്ഷെ ഇപ്പൊ അടിമത്തം ജന്മാവകാശമാണ്. അടിമത്തത്തിന്റെ ഫിലോസഫികൾ, അടിമത്തത്തിന്റെ ഉള്ളിൽ ലഭിക്കുന്ന സുഖശീതള ചായകൾ, അടിമത്തത്തെ പറ്റിയുള്ള മനോഹര വർണ്ണനകൾ കൊള്ളാം. പക്ഷെ സഹത ഡയോക്ലീഷ്യന്റെ അന്തഃപുരത്തിൽ ചക്രവർത്തിയുടെ ആജ്ഞയുടെ തലങ്ങളിൽ ഉള്ളിൽ ഉള്ള ഒരു സുരക്ഷിതത്വം, അത് സുരക്ഷിതത്വമാണെന്നാണ് പലരുടെ അഭിപ്രായം. അതങ്ങനെ അഭിപ്രായപ്പെട്ടോട്ടെ അവർ. പക്ഷെ തെരുവുകളുടെ അനാഥത്വങ്ങളുടെ നടുവിൽ ഗീവർഗീസിന് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടാരം വിട്ട് തെരുവിലേക്ക് ഇറങ്ങിയപ്പോ അവിടെ പോലും ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തിയവന്, സ്വാതന്ത്ര്യം പ്രാപിച്ചവന്, ആരുടെയും മുമ്പിൽ ഇങ്ങനെ ഓച്ചാനിച്ചു നിൽക്കേണ്ടി കഴിയാത്ത ക്രിസ്തുബോധ്യത്താൽ ചൈതന്യം പ്രാപിച്ചവന് വലിയ അവന്റെ മുമ്പിൽ മരണം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. മുമ്പേ പറഞ്ഞു ഫിയർ ആൻഡ് ഫെയിം രണ്ടും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഫിയറും ഫെയിമും അവന്റെ മുമ്പിൽ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷെ നമ്മുടെ അർത്ഥം തേടൽ നിറക്കൂട്ടുകളുടെ മധ്യത്തിലാ. എന്തിന്റെ മധ്യത്തിലാ? വർണ്ണാഭമായ ഈ നിറക്കോട്ടുകളുടെ നടുവിൽ നാം ജീവിതത്തിന്റെ അർത്ഥം തേടുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് നേർത്തില്ലാതെ പോകുന്നു, ഉള്ള ശോഭയോടെ പോകുന്നു, അതിന്റെ നിറശോഭ കെട്ടുപോകുന്നു. അതിന്റെ നിറവും അതിന്റെ ചാരുതയും അതിന്റെ ഭംഗിയും അതിന്റെ സൗന്ദര്യവും അതിന്റെ ശ്രേഷ്ഠയും അവയ്ക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷെ അച്ഛൻ അനുസ്മരിക്കുന്നത് ഉദയശോഭ കണ്ടെത്തിയൊരു സഹതായെ പറ്റിയാണ്. എന്തോ ശോഭയാണ്? ഉദയസൂര്യന്റെ ഉജ്ജ്വല തേജസ് സ്വന്തമാക്കിയ ഒരു ഉദയശോഭ കൈവരിക്കപ്പെട്ട അനുഗ്രഹീതമായൊരു ജീവിതം. അതാണ് ഗീവർഗീസ് നമുക്ക് കണ്ടെത്താൻ തക്കവണ്ണം സാധിക്കുക. പ്രിയപ്പെട്ടവരെ, what is the meaning of our life?
ഈ സകതായുടെ മധ്യസ്ഥതയിൽ അഭയം തേടുന്നവൻ ചോദിക്കണം, എന്താ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? അർത്ഥം തേടലാണ് ആത്മീയത. അർത്ഥം കണ്ടെത്തലാണ് ആത്മീയത. അർത്ഥം തേടലും അർത്ഥം കണ്ടെത്തലും ആത്മീയതയായി നമുക്ക് പരിഗണിക്കുവാൻ പ്രിയപ്പെട്ടവരെ സാധിക്കണം. ഇപ്പം 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരു എൻകൗണ്ടറിലൂടെ ജീവിതത്തിൻ്റെ ആഴം ആ വിശുദ്ധൻ കണ്ടെത്തി. റിനൗൺസ്മെന്റിലൂടെ ജീവിതത്തിന്റെ അർത്ഥം ആ മനുഷ്യൻ, ആ സകത കണ്ടെത്തി. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമതായിട്ട് ആ ജീവിതത്തെ അഗ്നിയുള്ള ജീവിതമായിട്ടാണ് ഞാൻ കാണുക. എന്തോ ജീവിതമാ? എ മാൻ വിത്ത് ഫയർ. അഗ്നിയുള്ള ഒരു ജീവിതം. നമ്മൾ സ്പാർക്ക് എന്നൊക്കെ പറയാറില്ല. എന്താണ്? അല്ല, പിള്ളേരിപ്പം വൈബ് എന്നൊക്കെ പറയും. സ്പാർക്കൊക്കെ മാറ്റിയിട്ട് എന്താക്കി മാറ്റി? ഒരു സ്പാർക്കുണ്ട്. ആ സ്പാർക്കാണ് ജാതി മത വർണ്ണ വർഗ വ്യത്യാസം എന്നെ പലരെയും ഈ ഗീവറീസകതയുടെ ആത്മീയതയ്ക്ക് ഭാരതത്തിന്റെ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ അതിന്റെ വൈവിധ്യങ്ങളായ മതസംവിധാനങ്ങളൊന്നും ആ സകതായുടെ ആത്മീയത വളരാൻ ഒരു തടസ്സമേ ആയിരുന്നു. അത് മനസ്സിലാക്കാതെ ചിലരൊക്കെ ഇപ്പൊ ചില എഴുത്തുമായിട്ടൊക്കെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് വൈദിക സെമിനാരിയിൽ പണ്ട് പഠിപ്പിക്കാൻ വന്ന ബ്രിട്ടീഷ് മിഷണറിമാർക്കും പുതുപ്പള്ളി പെരുന്നാളിനെ പറ്റി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അല്ലേ? ചരിത്രമല്ലേ പഠിക്കുക? ആ പ്രശ്നമൊക്കെ അന്നത്തെ പിതാക്കന്മാർ ഭംഗിയായിട്ട് തീർത്തു കൊടുത്തു. അതെന്താണ്? കാരണം ഇതെന്തുകൊണ്ടാ? ഈ സകതായെ നമ്മൾ മാത്രമല്ല ഏറ്റെടുത്തത് എന്നതുകൊണ്ടാ. അതിനൊരു സ്പാർക്കുണ്ട്, അതിനൊരു അഗ്നി സ്ഫുലിംഗമുണ്ട്. വിവിധ മതബോധ്യങ്ങൾക്കിടയിലുള്ള ആളുകൾക്കും അവരുടെ മതവിശ്വാസങ്ങളുടെ ഉള്ളിൽ പോലും ഈ വിശുദ്ധന്റെ വിശുദ്ധിയുടെ തീജ്വാലകൾ സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടും അവൻ്റെതായ രീതികളിൽ ചിത്രം എഴുതിയിട്ടുണ്ട് ഗീവറീസിൻ്റെത്. അതിന് നമ്മളിന്ന് പണ്ട് യൂറോപ്യൻ മിഷണറിമാർ പഴയ സെമിനാരി ഇരുന്നുകൊണ്ട് ആശങ്കപ്പെട്ടതുപോലെ നമ്മളിപ്പോൾ ആശങ്കപ്പെടുന്നതിനകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇതൊരു കണ്ടെത്തലാണ്. ആരുടെ കണ്ടെത്തൽ? മതവർഗ വർണ്ണഭാതങ്ങൾക്കപ്പുറമായി ഒരു ജനനദി, ഒരു വിശുദ്ധന്റെ ജീവിതത്തിന്റെ സ്പാർക്ക് കണ്ടെത്തിയതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. എൻ്റെ വിലയിരുത്തൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ ഞാൻ ഗീവറീസകതയെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത് എൻ്റെ സഭയും വിശുദ്ധ വചനവും എനിക്ക് നൽകുന്ന ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട്. പക്ഷെ ഈ സമൂഹം വ്യത്യസ്തരായ ജനസഹസ്രങ്ങൾ, ജനകോടികൾ, ഭക്തസഹസ്രങ്ങൾ, അവരുടെയൊക്കെ ഉള്ളിൽ ഒരു സ്പാർക്കാണ്, ഒരു സ്ഫുലിംഗങ്ങളാണ്, അഗ്നി സ്ഫുലിംഗങ്ങളാണ് ആര് പ്രദാനം ചെയ്യുന്നത്? ഈ സകത. അതുകൊണ്ടാണ് ഞാൻ ആ ജീവിതത്തെ അഗ്നിയുള്ള ജീവിതം എന്ന് വിശദീകരിക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഒരു ജീവിത ദർശനം നിറയ്ക്കപ്പെടുന്ന ജീവിതത്തെ പറ്റിയാ. എന്തിനെ പറ്റിയാ? എപ്പോഴും കരിയറായാലും പ്രൊഫഷനായാലും എന്തായാലും അങ്ങ് നിറയ്ക്കപ്പെടണം. പക്ഷേ സകത ക്രിസ്തുവിൻ്റെയും ക്രിസ്തു അപ്പോസ്തലന്മാരുടെയും ജീവിത ദൈനന്യം. കാൽവറിയിൽ നുറുക്കപ്പെട്ടവൻ ക്രിസ്തു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു. ഒരു ഒഴിക്കപ്പെടുന്ന ജീവിതം, അതിനൊരു സ്പാർക്കുണ്ട് കേട്ടോ. അതാണ് സകതായുടെ ജീവിതം. അതെന്തുകൊണ്ടാ പറ്റുക? അതിന്റെ പേരാണ് ഇലൂമിനേഷൻ. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഇലുമിനേഷൻ, പ്രകാശീകരണം. ഇപ്പൊ 3 പൗരസ്ത്യ പദങ്ങൾ ഞാൻ പറഞ്ഞു: എൻകൗണ്ടർ, റിനൗൺസ്മെന്റ് ആൻഡ് ഇലൂമിനേഷൻ. നമ്മുടെ വിളി തന്നെ അത് തന്നെയാണ്. മാമോദീസ എന്ന കൂദാശയിലൂടെ നാം വിളിക്കപ്പെട്ടത് പ്രകാശത്തിന്റെ പുത്രനാകാനാ. മാമോദീസ കൂദാശ നമുക്ക് നൽകിയത് പ്രകാശത്തിന്റെ വസ്ത്രം. ഒരു ഭക്തന്റെ വിളി എന്തിലേക്കാണ്?
പക്ഷെ ഇലൂമിനേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒത്തിരി ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഇലൂമിനേഷൻ തെറ്റിദ്ധരിക്കപ്പെടരുത്. നമുക്ക് ഈ കെട്ടുകയും കെടുകയും ചെയ്യുന്നതാ ഇപ്പം എന്ത് അങ്ങനെ എന്തോ ഒരു അട്രിബ്യൂട്ടഡ് മീനിങ് ഇപ്പൊ വന്നു കഴിഞ്ഞു. ഇലൂമിനേഷൻ എന്ന് പറഞ്ഞ കെട്ടുകയും ഇടയ്ക്ക് കിടണം, ഇടയ്ക്ക് കത്തണം, അങ്ങനെയല്ല. ഇലൂമിനേഷൻ അതൊരാളുടെ ജീവിതത്തിൽ സ്ഫുലിംഗങ്ങളെ പ്രദാനം ചെയ്യുന്നതാ. എന്തോ പ്രദാനം ചെയ്യുന്ന? അഗ്നി സ്ഫുലിംഗങ്ങളെ പ്രദാനം ചെയ്യുന്നതാ, അവരിൽ സ്പാർക്ക് പ്രദാനം ചെയ്യുന്നതാ. പൗരസ്ത്യ സഭ പറയുന്നത് ഇലൂമിനേറ്റഡ് ബൈ ഗ്രേസ്, കൃപ കൊണ്ട് പ്രകാശീകരിക്കപ്പെട്ടവർ. സഹത, കൃപയാൽ പ്രകാശീകരിക്കപ്പെട്ടവർ അവരാണ് ആര്? സഹത, പ്രകാശത്തിന്റെ സാന്നിധ്യം. അല്ലെങ്കിൽ ഞാനൊരു സാമൂഹിക ദൈവശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപനം, ഞങ്ങൾ പറയും ഇറ്റ്സ് ആൻ ഇവോൾഡ് കോൺഷ്യസ്നസ്. ഞാൻ അച്ഛനൊക്കെ പഠിപ്പിച്ചതാ. ഇവോൾഡ് കോൺഷ്യസ്നസ്, അതൊരു പുതിയ ബോധോദയമാണ്. ഗീവറീസഹതയുടെ വളരെ വിഖ്യാതമായ ഒരു ചിത്രമുണ്ടല്ലോ അല്ലേ? ഗീവറീസഹത എന്ന് പറയുമ്പോൾ അതിന്റെ വിഖ്യാതമായ ചിത്രം, അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ 12ാം നൂറ്റാണ്ടിൽ മാത്രം പ്രചാരമർജിച്ച ഒരു ചിത്രമാണ്. 3ാം നൂറ്റാണ്ടിൽ AD 303 ഗീവറീസിന്റെ ജീവിത പരിസരത്തിൽ നടന്നൊരു സംഭവം. പക്ഷെ അത് പോപ്പുലറൈസ് ചെയ്യുന്നത് 12ാം നൂറ്റാണ്ടിൻ്റെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രത്യേക മിഷന്റെ ഭാഗമായി യൂത്തിനെ അട്രാക്ട് ചെയ്യാനായി യൂത്തിൻ്റെ ഇടയിൽ കാറ്റഗിസം, വിശ്വാസബോധനം ശക്തിയാർജിക്കാൻ വേണ്ടി പ്രചരിപ്പിച്ച ഒന്നാണ് ഗീവറീസഹതയുടെ ഈ ഒരു വ്യാളിയുമായി അല്ലെങ്കിൽ പാമ്പുമായി ഒക്കെയുള്ള ചിത്രം. പക്ഷെ അതിൽ ഞാൻ കാണുന്നത് ഇറ്റ്സ് ആൻ ഇവോൾഡ് കോൺഷ്യസ്നസ്. കാരണം സമൂഹത്തിന്റെ വേദനകളിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന ഇവോൾഡ് കോൺഷ്യസ്നസ്, അതൊരു സ്പാർക്കാണ്. അതൊരു സ്പാർക്കാണ്, അതൊരു അഗ്നി സ്ഫുലിംഗമാണ്. ഒരു സഹതായുടെ ജീവിതം, ഞാനിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് കഴിയില്ല, ഞാനതിന്റെ ഭാഗമാണ്. അവിടെ എൻ്റെ ജീവത്യാഗം എൻ്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. എൻ്റെ ജീവത്യാഗം എൻ്റെ മുമ്പിൽ ഒരു വിഷയമല്ല. ഋഗ്വേദത്തിൽ ഇങ്ങനെ ഒരു സൂക്തമുണ്ട്, പ്രമുഖമായ സൂക്തമുണ്ട്. യജ്ഞോ ഭുവനസ്യ നാഭി എന്ന് പറഞ്ഞ സാക്രിഫൈസ് ഈസ് ദ നേവൽ ഓഫ് യൂണിവേഴ്സ്. സാക്രിഫൈസ് ഈസ് ദ നേവൽ ഓഫ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് ഇത്തരം ചില ഉജ്ജ്വലമായ ജീവത്യാഗത്തിന്റെ സ്ഫുലിംഗങ്ങളിലൂടെയാണ്, അഗ്നി സ്ഫുലിംഗങ്ങളിലൂടെയാണ് ഇവ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഒരു ചിത്രം 12ാം നൂറ്റാണ്ടിന്റെ യുവതയെ ആകർഷിച്ചു എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോ യൂത്തിനെ ആകർഷിക്കാൻ തക്കവണ്ണം പെടാപ്പാടം പെടുന്നു. പലരും ആരാധന മധ്യേ കാണിക്കുന്ന ശാഠ്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ അങ്ങ് ആകർഷിച്ച് കളയാമെന്ന് ചിന്തിക്കുന്നവരാ. അവരെ തുറന്ന് എതിർക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ ചിന്ത. തുറന്ന് സ്പാർക്ക് വേണം, അല്ലാതെ അലറലുകൾ ഇവിടെ വേണ്ട. എന്താ വേണ്ട? ശാഠ്യങ്ങളും ചാബല്യങ്ങളും വേണ്ട. ഇവിടെ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് അച്ചടക്കം പഠിപ്പിക്കാൻ വല്ല ഉദ്ദേശമുണ്ട്, അത് വ്യക്തിപരമായി വിളിച്ച അച്ചടക്കം പഠിപ്പിക്കുക. നാം പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ സ്ഫുലിംഗങ്ങളെയാണ്, ഈ വലിയ ബോധ്യങ്ങളെയാണ് പങ്കുവെക്കേണ്ടത്. കാരണം നമ്മുടെ രക്ഷകൻ ത്യാഗം കൊണ്ട് മരണത്തെ ജയിച്ചവനാണ്. ഗീവർഗീസിന്റെ രക്ഷകൻ ത്യാഗം കൊണ്ട് മരണത്തെ ജയിച്ചവനാണ്. ഗോൽഗുദ്ധായിൽ പുതിയ വീരചരിതം രചിച്ചവനാണ് ആര്? ഈ
ഗോൽഗുത്തായെ പറ്റി ഈയിടെ എഴുതിയിരിക്കുന്നത് കണ്ടു. ഗോൽഗുത്ത ഈസ് എ പ്ലേസ് ദാറ്റ് ഈസ് നൈദർ ഇൻ ഓർ ഔട്ട്. അത് അകത്തുമല്ല പുറത്തുമല്ല, സൈമുൾട്ടേനിയസ്ലി ബോത്ത്. അത് അകത്തുമാണ് പുറത്തുമാണ്. ഗോൽഗുത്ത അകത്തല്ല, ഗോൽഗുത്ത പുറത്തല്ല, സൈമുൾട്ടേനിയസ്ലി ഇസ് ബോത്ത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, സെമിനാരി ക്ലാസ്സിൽ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി പഠിപ്പിച്ച ഗുരുക്കന്മാർ പറഞ്ഞു, ദൈവത്തെ അകത്താക്കണം, പാപത്തെ പുറത്താക്കണം. പുണ്യശ്ലോകന യുവാനുശ്രീവിനി പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ദൈവത്തെ അകത്താക്കണം, പാപത്തെ അതാണ് ഓർത്തഡോക്സി. ദൈവത്തെ അകത്താക്കുക, പാപത്തെ പുറത്താക്കുക. പാപത്തെ പുറത്താക്കുന്നതിന് മുമ്പിൽ കരിയറിസം ഇല്ല. അല്ലെങ്കിൽ ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കൺസേൺ അതാദ്യമായി മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടുവന്നത് സാത്താനാ. ഇത് തിന്നാൽ നിനക്ക് ആരെ പോലെയാകാം. അല്ല, ഇത് സാത്താന്റെ ഒരു വലിയ കണ്ടുപിടുത്തമാണ്, ഇത്. അപ്പൊ അതുകൊണ്ടാകാം ആ പിതാവ് ഗുരു ശ്രേഷ്ഠൻ പറഞ്ഞത്, കുഞ്ഞെ ദൈവത്തെ അകത്താക്കണം, ആരെ പുറത്താക്കണം? പാപത്തെ. ഞാൻ എൻ്റെ ദൗത്യം പൂർത്തീകരിക്കട്ടെ. നമ്മൾ ഈ ഞായറാഴ്ച, പൊതു ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഈ ഞായറാഴ്ച, അത് കർത്താവാകുന്നു എന്നൊരു വലിയ പ്രഖ്യാപനമാണ് കണ്ടുമുട്ടിയത്. അത് കർത്താവാകുന്നു വലിയ പ്രഖ്യാപനത്തിലേക്ക് ആ സമൂഹം വന്നത് കരയിൽ കനലുകളിൽ ചുട്ട അപ്പവും മത്സ്യവുമാണ്. കനലുകളിൽ വെന്തെരിയുന്ന അപ്പവും മത്സ്യവുമാണ്. അഗ്നിജ്വാലകൾ കൊണ്ട് പ്രകാശീകരിക്കപ്പെട്ടത്, അഗ്നിസ്ഫുലിംഗങ്ങൾ കൊണ്ട് പ്രകാശീകരിക്കപ്പെട്ട ചിലത്. ഏലിയ അഗ്നി തേരേറി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? എലിയ അഗ്നി തേരേറി, വിശുദ്ധന്മാർ അഗ്നിയുടെ സ്ഫുലിംഗങ്ങൾ. ഈ അടുത്ത കാലത്ത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു എഴുത്തുകാരൻ ഉയർത്തി, ഈ ഉയർത്തെഴുന്നേൽപ്പിക്കലും ഒന്നിച്ച് വായിക്കേണ്ടതാണ്. എന്താണ് ഉയർത്തെഴുന്നേൽപ്പിക്കലും ഒന്നിച്ച് വായിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു തിബരിയാസിന്റെ കടൽ തീരത്ത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ചെയ്തതൊരു ഉയർത്തെഴുന്നേൽപ്പിക്കലാണ്. ആരുടെ? തണുത്തുറഞ്ഞു പോയ ചില മനസ്സുകളുടെ, തണുത്തുറന്നു പോയ ശിശു സമൂഹത്തെ കനലുകളിൽ ചുട്ട അപ്പവും മത്സ്യവുമായി അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നിയോഗങ്ങളുടെ തലങ്ങളിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ദൗത്യം പൂർണ്ണമാക്കട്ടെ. ചെറുപ്പം മുതലേ ഒരു ഉണർത്തുപാട്ട് പോലെ കാതോരം കൈമാറിയ ഗീവറീസകതായി മറ്റൊരു അനുസ്മരണം അത് വർഗീസച്ചൻ എന്നിൽ നൽകിയപ്പോൾ എനിക്ക് വലിയ ആശങ്കയുണ്ടായത്. ഇനി എന്താണ് പറയാനുള്ളത്? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവമേ ഇത് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, 3 തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ സഹതായയുടെ അനുസ്മരണം നിർവഹിപ്പാനാണ് ഞാൻ പരിശ്രമിച്ചത്. കാരണം സങ്കീർത്തനക്കാരൻ 63-ാമത്തെ സങ്കീർത്തനം പറഞ്ഞു, ദൈവമേ നീ എൻ്റെ ദൈവത്തെ നമ്മൾ അങ്ങനെ കണ്ടുമുട്ടുന്നേ. നമുക്കെങ്ങനെയാണ് ഓ ഗോഡ് ദ വാട്ട് മൈ ഗോഡ് എന്ന് എപ്പോഴും പറയാൻ പറ്റുന്നത്? എങ്ങനെയാ? 3 കാര്യങ്ങൾ വേണം. ആഴം വേണമെങ്കിൽ ദൈവവുമായ ഒരു എൻകൗണ്ടർ വേണം. സഹതായിക്ക് അത് ഉണ്ടായിരുന്നു. 2 അർത്ഥം വേണമെങ്കിൽ ഒരു റിനൗൺസ്മെന്റ് വേണം. അതും സഹതായിക്കുണ്ടായിരുന്നു. 3 അഗ്നിയുള്ള സ്ഫുലിംഗങ്ങളുള്ള ജീവിതം, അതിനൊരു ഇലൂമിനേഷൻ വേണം. ഈ പവിത്രമായ വേദി എനിക്കായി ക്രമീകരിച്ചതിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വർഗീസ് അച്ഛനോട്, സഹവികാരിയായ ഷിബു അച്ഛൻ, വർഗീസ് അച്ഛൻ, എ.വി. വർഗീസ് അച്ഛൻ, എന്നെ വിവിധ മാധ്യമങ്ങളിലൂടെയും കേട്ട എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു. ഗീവറീസകതയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ.